നമസ്കാരം, കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 1ാം വർഷ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി MLA ശ്രീ ചാണ്ടി ഉമ്മൻ കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സൈക്കിളിൽ സവാരി ചെയ്താണ് അദ്ദേഹം കോളേജിലേക്ക് എത്തിയത്. സ്പോർട്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പാഠ്യപദ്ധതിയിൽ സ്പോർട്സ് ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു CV യോഗത്തിന് അധ്യക്ഷനായി. വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് ടോം, പാമ്പക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നെവിൻ N, ഇലഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG ഷിബു, കോർപ്പറേറ്റ് അഫയേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മേധാവി ശ്രീ ജോഷി M വർഗീസ്, PRO ഷാജി ആറ്റുപുറം എന്നിവർ സംസാരിച്ചു. പ്രതിബദ്ധതയുടെ ഭാഗമായി ഇവിടെ ചേരുന്ന വിദ്യാർത്ഥികളെ കേവലം സയന്റിഫിക് വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരിൽ മാനവിക ആശയങ്ങൾ കൂടി വളർത്തിയെടുക്കുന്നതിനും അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഏറ്റവും അങ്ങേയറ്റം വരെ എത്തിക്കുന്നതിനുമുള്ള ഒരു ഉത്തരവാദിത്വം പേറിക്കൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളെ ഇൻഡക്ടസ് 2026 വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഈ കോളേജിന്റെ മാനേജ്മെന്റ്, പ്രത്യേകിച്ച് ഇതിന്റെ ഉടമസ്ഥനുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തനം പറയാൻ പറ്റത്തില്ല, എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് ഞാൻ കണക്കാക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം കഴിഞ്ഞ 2 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ എത്തുവാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. തീർച്ചയായിട്ടും ആൾക്കാരെ സഹായിക്കുന്നതിൽ, ആൾക്കാരെ കരുതുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന വലിയൊരു താല്പര്യം ഒരിക്കലും ഞങ്ങൾക്കാർക്കും മറക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് അപ്പയായിട്ട് വലിയ അടുത്ത ബന്ധം ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. പുതുതായി കടന്നു വന്ന നിങ്ങൾക്കുള്ള ഒരു ക്ലാസ് പരിചയപ്പെടുത്തലാണ് ഇന്നിവിടെ നടന്നത്. അതിലേറ്റവും ഉചിതമായ വ്യക്തിത്വത്തെയാണ് നമുക്ക് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ ഏറെ അഭിമാനമുണ്ട്. ചാണ്ടി ഉമ്മനെ പോലെ യുവാക്കളുടെ മനസ്സറിയുന്ന, ഇപ്പോഴും യുവാക്കളോടൊപ്പം നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന ആ പ്രിയ വ്യക്തിയെ നമുക്കിവിടെ ലഭിച്ചത് വളരെ ഭാഗ്യമായി കരുതുകയാണ്. ഈ അവസരത്തിൽ ഞാനിവിടെ പല മീറ്റിങ്ങുകളിലും പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് ഇലഞ്ഞിയിൽ ഞങ്ങൾക്കെല്ലാം അഭിമാനമായി നിലകൊള്ളുന്ന ഈ സ്ഥാപനത്തെ വളരെയേറെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായുള്ള അധ്യാപകരും ഒക്കെയുള്ള ഈ കോളേജിനെ, എഞ്ചിനീയറിംഗ് കോളേജിനെ വീണ്ടും നല്ല നിലയിലേക്ക് എത്തിക്കുന്നതിന് പുതുതായി കടന്നു വന്ന നിങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ പഠനം, നിങ്ങൾ നേടിയെടുക്കുന്ന അറിവ് നിങ്ങളിലൂടെ വീണ്ടും ഈ കോളേജിനെ 100 മേനിയിലേക്ക് എത്തിക്കാൻ കഴിയട്ടെ. SSLC +2 പഠനത്തിന് ശേഷം തങ്ങളുടെ കരിയർ ഏതാണെന്ന് ഉറച്ച ബോധ്യത്തോടു കൂടി എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വളരെ സന്തോഷം. ഇന്നത്തെ കാലത്ത് തൊഴിൽ ലഭ്യതയുമായി ബന്ധപ്പെട്ടാണ് SSLC +2 ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. വളരെ മൈഗ്രൻസ് ആയിട്ട് കുട്ടികൾ മാറുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഓസ്ട്രേലിയയിലേക്കും അയർലൻഡിലേക്കും കാനഡയിലേക്കും പോകുന്നത് പോലെ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന സർവകലാശാലകളുണ്ടായിരുന്നു. തക്ഷശില, നാളന്ദ എന്നൊക്കെ നിങ്ങൾ സോഷ്യൽ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്.